إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذين تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നിയമ നിർദ്ദേശിച്ചു ജീവിതത്തിൽ പാലിച്ച് ചെയ്തുകൊണ്ട് ചെന്ന് സ്വന്തമാക്കാനായിട്ട് ഞാൻ പലരും ശ്രദ്ധിച്ചുള്ളൂ. എല്ലാവരുടെയും നസീഹത്തായിട്ടുള്ള വസിയത്തായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുടെ കണ്ടുമുട്ടും പണ്ട് മുത്തക്കായിട്ടുള്ള അടിമമാരായിട്ട് കണ്ടുമുട്ടുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്. സത്യവിശ്വാസിമാരെ, അള്ളാഹുടെ മഹത്തായ അനുഗ്രഹം കൊണ്ടിട്ടും അള്ളാഹുടെ ഫദ്ല് കൊണ്ടിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായ മുസ്ലിമീങ്ങളും നമുക്ക് നിർണയിച്ചതായ രീതിയിലുള്ളതായ തിങ്ങലും നാലിലേക്ക് നാം കടന്നുപോയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു നിശ്ചയിച്ചതായ ഈ ഒരു കണക്ക് 4 വിഷയത്തിൽ നമുക്ക് ഖുർആനിലെ പരിപാടിയിൽ നാം കണ്ട് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമി ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതായിട്ട് 12 തിങ്കൾ, ഒരു വർഷത്തിൽ 12 തിങ്കൾ ജനിച്ചുള്ളത്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅതു ഹുറും, ആ 12 തിങ്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പരിശുദ്ധമായിട്ടുള്ളത് തിങ്കളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിവർത്തനം കാട്ടിയിട്ടുണ്ട്. അതേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ ചെറുതുണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ 4 പരിശുദ്ധമാക്കപ്പെട്ടുള്ള ഈ തിങ്കളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഈ 12 തിങ്കൾ ഏതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പരിപാടി തന്നെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന الزمان قد استدار كهيئته يوم خلق السماوات والارض. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഏത് രീതിയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 12 തിങ്കൾ വർഷത്തിൽ ഉണ്ടാക്കിയത്, അത് ക്രമീകരിച്ചത് ആ രീതിയിൽ തിരിച്ചിട്ട് ഇപ്പം മടങ്ങിയോണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ ആ 12 തിങ്കൾ അത്ര ക്രമത്തിൽ വന്നിട്ടുണ്ട്. എന്ത് ചെന്നിട്ടായെങ്കിൽ ഈ ജാഹിലിയത്ത് കാലഘട്ടത്തിൽ ഖുറൈശ്മാർ അങ്ങ ഈ 12 തിങ്കളത്തെ കണക്കാക്കിയിരുന്ന നോക്കിയിരുന്നത് മാത്രമല്ല ഈ 4 പരിശുദ്ധാക്കപ്പെട്ട തിങ്കളും അങ്ങ് അതൊരു ഗൗരവിച്ചിരുന്നത്, അങ്ങനെ മനസ്സിൽ അതുക്കുള്ള ഗൗരവം മാത്രം അങ്ങ് ആക്കിയെന്ന് ഈ തിങ്കളിൽ വെച്ച് അങ്ങ് കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങ് യുദ്ധ മനസ്സ് വന്നപ്പ ആ ചിലപ്പോ പരിശുദ്ധാക്കപ്പെട്ട തിങ്കൾ മുട്ട വന്ന് നമുക്ക് യുദ്ധ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാക്കപ്പെട്ട തിങ്ങൾക്കും അങ്ങ് അപ്പുറത്താക്കിയിരുന്നത്, അതിൽ പിന്നെ നീട്ടി വെച്ചിരുന്നത് ഡിലേ. നീ നമുക്ക് മനസ്സിലാണ്ടേ ഈ പെട്ട യുദ്ധ വേണ്ട അപ്പൊ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിശുദ്ധാക്കപ്പെട്ട തിങ്കൾ ഇതിലേക്കും അതിൽ മുന്നോട്ടാക്കിയിട്ട് അതിൽ അങ്ങനെ കൂട്ടിയിരുന്നത്. അങ്ങനെ തിങ്കളിൽ വെച്ചിട്ട് 4 നില കളിച്ചു വരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം വന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊക്കെ അതേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖൽഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമി സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 തിങ്കളിൽ സൃഷ്ടിച്ചെന്നാണ് അതേ രീതിയിൽ തിരിച്ചു മടങ്ങിയിട്ടില്ല. അതേ ആ രീതിയിൽ തിരിച്ചു മടങ്ങി അതിൽ കളിക്കുള്ള അവസരം ആർക്കും ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപറ്റി ഈ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 4 പരിശുദ്ധാക്കപ്പെട്ട തിങ്കളിൽ ചെന്ന് നമുക്ക് അല്ലാഹു ഖുർആനിൽ വഴിപറ്റി. അത് ഏത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വഴിപറ്റി കാട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സനതു 12 ശഹറൻ, ഒരു വർഷം 12 തിങ്കളായിട്ട് മിൻഹാ അർബഅതു ഹുറും, അത് 4 തിങ്കൾ പരിശുദ്ധാക്കപ്പെട്ടത്. സലാത്തുൻ മുതവാലിയാത്തുൻ, 3 തിങ്കൾ എങ്ങനത്തെ ചെന്നിട്ടാണെങ്കിൽ അത് മുതുമുതുക്ക് വേണ്ടതായിട്ട് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ദുൽഖഅദ തിങ്കൾ പിന്നെ ദുൽഹിജ്ജ വേണ്ട, ദുൽഹിജ്ജ 3 മുഹറം. ഈ 3 പരിശുദ്ധാക്കപ്പെട്ട തിങ്കൾ അത് മുതുമുതു വേണ്ടതായിട്ട്
വറജബുൽ മുദർ പിന്നെ റജബ് ചെട്ടു അത് പരിശുദ്ധമാക്കട്ടെ തിങ്കളിൽ കൂട്ട് ബട്ട് അത് മുതുമുതിപ്പെട്ടതല്ല അത് ഏഴാമത്തെ തിങ്കളായിട്ട് വേറെ മേടിക്കുന്നതായിട്ട് മുദർ ഹദീസിൽ ചെന്നതെങ്കിൽ ರಜಬ ತಿಂಗಳು ಆ ಪರಿಶುದ್ಧತರು ಅಂಗಡಿಗೆ ಪಾಲಿಚಿಂದ ಬರ್ತವರು ಗೌತ್ರ ಇಟ್ಟಿರ್ತಿ ಮುದರ್ ಚೆಂತುಲವರು ಗೌತ್ರ ಹಂಗಾದ್ರೆ ಅದೇ ರೀತಿ ಅವ್ರ ಮಹತ್ವತ್ವ ಪಾಲಿಚಿಂದ അതുകൊണ്ട് റസൂലുള്ളാഹി ಅಂಕ್ ചേർത്തിട്ട് റസൂലുള്ളാഹി ചെന്നതായിരിക്കും മുദർ ചെന്ത് റജബ് മുദർ ചെന്ത് ഇത് നമുക്ക് മനസ്സിലാവുന്നത് മുസ്ലിമുകളായിട്ടുള്ള നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഇതായിട്ട് ഹിജിരി ക്യാലണ്ടർ ചെന്തുള്ളത് ബാക്കി എല്ലാ മനുഷ്യന്മാരോട് ദുനിയാവിലും പാലിച്ചുള്ളത് മത്ത ഇല്ലാണ്ട് വലിച്ച് പാലിക്കുന്ന ക്രമത്തിൽ മുസ്ലിമായിട്ടുള്ള നമുക്ക് അത് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഒരു രീതിയായിട്ട് ഏത് ഹിജിരി ക്യാലണ്ടർ അത് ഞങ്ങളൊരു പ്രത്യേകത ചെയ്തത് നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു ഭാഗമായിട്ട് വഫാത്തിൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു ഖിലാഫത്ത് വന്നപ്പോഴേക്ക് ഈ പന്നിന്റെ നിങ്ങൾ ക്രമീകരിച്ചത് ನಂಗೊತ್ತು ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಕಾಲಘಟ್ಟದಲ್ಲಿ ದೀನ್ ಇಸ್ಲಾಂ ವ್ಯಾಪಕವಾಯಿತು ಅದು ಬೇರೆ ಬೇರೆ ರಾಯಕ್ಕೆ വേണ്ടി ಎತ್ತಿದೆ അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബിക്ക് ഉമർ റളിയല്ലാഹു കത്തിൽದೆ ಇರ್ತಾರೆ അപ്പോൾ ಈ ಲೆಟರ್ಗಳೆಲ್ಲ ಬರ್ಮೊತ್ತು ಇದು ಎಪ್ಪ ಕರ್ತಿರೋ ಎಂದರ ಸೆಂತು ಡೇಟ್ ಎಪ್ಪ ತಾರೀಖು ವಿಡಿಯೋ ಇಟ್ಟಿಲ್ಲ അപ്പോൾ സഹാബിമാരുടെ ചർച്ച എടുക്കുന്നത് നമുക്ക് ഡേറ്റ് അതേപോലെ തിങ്കൾ ಅದರ തർത്തീബാക്കി ഇങ്ങനെ ಅದರ ಕ್ರಮೀಕರಿಸಿ നിങ്ങൾ പാലിച്ച് ഇങ്ങനെ ചെയ്തു അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിമാരെല്ലാം കൂട്ടിയിട്ട് അവിടെ എന്താക്കി ഒരു സൂറ കൂട്ടിട്ട് ഒരു ഗൂഢാലോചന കൂട്ടി അപ്പൊ അവിടെ ഒരു അഭിപ്രായം ഞങ്ങൾ എന്താക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെത്ത് 4 പിടിച്ചിട്ട് വർഷത്തെ കണക്കാക്കുവാണ് പിന്നെ അഭിപ്രായത്തിൽ മറിച്ച് വഫാത്തായ 4 പിന്നത്തെ വർഷത്തിൽ പിന്നത്തെ എന്താക്കുക വർഷത്തെ കണക്ക് കൂട്ടുവാണ് ಬೇರೆ ಬೇರೆ ಅಭಿಪ್ರಾಯ ಬಂತು ಅದು ಉಮರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಭಿಪ್ರಾಯ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಕ್ಕತ್ತು ಬರ್ತಿಟ್ಟು ಮದೀನಕ್ಕೆ ಹಿಜ್ರ ಬಂತು ಆ ಹಿಜ್ರ ಬಂದ 4 ನಂಗೆ ಕಣಕ್ ಕೊಟ್ಟಿದ್ದಾರೆ ಅದೆಲ್ಲರೂ ಅದಕ್ಕೆ ಒಗ್ಗಟ್ಟು ಕೂಡಿಯಾರು ಒಗ್ಗಟ್ಟಾയിട്ടുള്ള ಅವರ ಅಭಿಪ್ರಾಯಕ್ಕೆ ಬಂದಪ್ಪ ಆ ಹಿಜ್ರ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്ക് ಹಿಜ್ರ ಬಂದು 4 പിടിച്ചിട്ട് ആ വർഷത്തിൽ പിന്നീട് ಹಿಜ್ರ ആയിട്ടുള്ള ഒരു ആ കണക്ക് നമുക്ക് വന്നത് നമുക്ക് ആ വർഷം അവിടെ നിർണ്ണയിക്കുന്നത് വേണ്ടത് അവിടെ തന്നെ പിന്നെ 12 തിങ്കൾ തർത്തീബ് വന്നു ആ 12 തിങ്കൾ തർത്തീബാക്കുമ്പോൾ മുഹറം തിങ്കൾ 1ാമത്തെ തിങ്കൾ കൂട്ടും ചുമ്മാ അഭിപ്രായം വന്നത് റമദാന്റെ കൂട്ടുക എഞ്ചെന്നെ റമദാൻ തിങ്കളല്ലേ ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കപ്പെട്ട തിങ്കൾ എഞ്ചെന്നെ റമദാനല്ലേ റമദാൻ 1ാമത്തെ കൂട്ടി ഇങ്ങനെ അപ്പോൾ അവിടെ ചെന്നാറ് ഇല്ല എന്ത് ചെന്നിട്ട് ഞങ്ങൾ മുഹറം കൂട്ടുക മുഹറം തിങ്കൾ ഒരു പ്രത്യേകത ചെന്നിട്ട് ഈ ബാക്കി പോണുള്ള തിങ്ങൾക്ക് ദീൻ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടുന്ന മൂന്നല്ലേ ബാക്കി എല്ലാ പോണുള്ള തിങ്ങൾക്ക് അതേ പേര് ഉദാഹരണത്തിന് റമദാൻ ജനത്തുള്ള ഈ പേര് ഈ തിങ്കളുള്ള പേര് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുന്നോലെ അതായത് നിങ്ങൾ അവിടുത്തെ അറബി ഖുറൈശിമാർ കാലത്തിൽ പ്രയോഗിച്ചിരുന്ന ഒരു പേരായിട്ട് അതേപോലെ ബാക്കിയുള്ള എല്ലാ പേരും മാത്രമല്ല മുഹറം ചെന്നുള്ള പേര് അത് ദീനുൽ ഇസ്ലാം കൊടുത്തൊരു പേരായിട്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അതിലെ കിതാബിലെ വിഷയം പരിപാടി ചെന്നതെന്ന് കാണും അതുകൊണ്ടായിട്ട് അതിന് ശ്രേഷ്ഠത കൊടുത്തു 1ാമത്തെ ഇതായിട്ട് ഞങ്ങളുടെ ഹിജ്രി കാലണ്ടർ തിങ്കളായിട്ട് കണക്കാക്കിയത് അതേപോലെ ഈ മുഹറം തിങ്ങൾക്ക് കൊടുത്ത വലിയൊരു പ്രാമുഖ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നിട്ടുണ്ട് വമിന്ന അർബഅത്തുൽ ഹുറും 4 തിങ്കൾ ഈ 4 തിങ്കൾ പെട്ട ഒരു തിങ്കളായിട്ട് ഏത് പരിശുദ്ധാക്കപ്പെട്ട തിങ്കളായിട്ട് മുഹറം ആ മുഹറം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധാക്കില്ല അതേ രീതിയിൽ എല്ലാ തന്നെ ഇവരെ മഹത്വം ആ തിങ്കളിൽ യുദ്ധ ഹറാമായിട്ട് ആ ദീനുൽ ഇസ്ലാം പണ്ട് മുന്നല്ലേ ഖുറൈശിമാർ അറബിമാർ എന്താക്കിയതിന്റെ അതിന് മഹത്വം മനസ്സിലാക്കിയിട്ട് ആ യുദ്ധം നിപ്പാട്ടിരുന്നാണ് സഹോദരന്മാരെ മുസ്ലിമായിട്ട് ഞങ്ങൾ ಅದರ ಆ ಹುರ್ಮತನ್ನು ನೆತ್ರ ಪಾಲಿಕೊಂಡು ಅದರ ಗೌರವത്തെ ಎತ್ತರ ನಂಗೆ ಕಾಣೋದು പിന്നെ ആ മുഹറം തിങ്ങൾക്ക് പുറത്ത് വലിയ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ പരിപാടി കാണും അവർക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു അഫ്ദലു സിയാമി ബഅദ റമദാൻ ശഹറുല്ലാഹിൽ മുഹറം റമദാൻ തിങ്ങളുള്ളതായ നിർബന്ധമായിട്ട് പിടിക്കാനാകുന്ന നോമ്പ് പിന്നെ ഉത്തമമായിട്ടുള്ള നോമ്പ് ഏത് ചെന്നുണ്ടായത് അത് അള്ളാഹുടെ തിങ്ങലായിട്ടുള്ള മുഹറമിലേക്ക് വരും അതായത് റമദാൻ അങ്ങ് വാജിബായിട്ടുള്ള നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഉത്തമമായിട്ടുള്ള നോമ്പ് ഏത് കേട്ടപ്പ മുഹറം തിങ്ങൾ പിടിക്കുന്നത് ആ നോമ്പ് ഉത്തമമായിട്ട് കഴിയുന്നത് മാത്രമല്ല ആയിഷ റളിയല്ലാഹു ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം തിങ്ങളിൽ യാർ നോമ്പ് പിടിച്ചെന്ന് ചെന്നുള്ളതായ റിപ്പോർട്ടുകളാണ് കാണാൻ സാധിക്കും അത് മാത്രമല്ല ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ആക്കിയ ഒരു വേർഡ് ആണ് ഷഹറുല്ലാഹി മുഹറം മുഹറമോട് അള്ളാഹുക്ക് ചേർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറുല്ലാഹ് അള്ളാഹുടെ തിങ്കളായിട്ടുള്ളതാണ് മുഹറം റമദാൻ തിങ്ങളുണ്ട് ബാക്കിയെല്ലാ തിങ്ങളുണ്ട് മാത്രയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ പ്രയോഗിച്ചത് കാണില്ല അള്ളാഹുടെ തിങ്കളായിട്ട് എല്ലാ 12 തിങ്ങളുണ്ട് അതിലൊരു സംശയമില്ല
മാത്രം അതൊന്നും ചേർത്ത് ചെല്ലുമ്പോൾ അതുക്കുള്ളതായ പ്രാമുഖ്യത അതുക്കുള്ളതായ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവും. നോക്കൂ, അള്ളാഹുടെ പല്ലിന്റെ വിഷയത്തിൽ ബൈത്തുള്ളാഹിനെ ചൊല്ലും. ഇതെല്ലാം അള്ളാഹുടെ കൈറ്റിക്ക് ഇതെല്ലാം അത് അള്ളാഹുടെ കൈറ്റിക്ക് ആധിപത്യത്തിലുള്ളത്. മാത്രമല്ല പ്രത്യേകമായിട്ട് പല്ലിക്ക് ബൈത്തുള്ള ക്യാബത്തിന് ബൈത്തുള്ള ചൊല്ലുക കാരണം അതുക്കുള്ളത് ഒരു മഹത്വം ഇരിക്കുന്നത്. അതേപോലെ മുഹറം കൊടുത്ത പേര് ഷഹറുല്ലാഹി മുഹറം, അള്ളാഹുടെ തിങ്കളായിട്ടുള്ള മുഹറം അതൊക്കെ അത്ര ഒരു മഹത്വം. ആ തിങ്കളിൽ ഈ 4 തിങ്കളിൽ അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ എന്താക്കണ്ട, ആക്രമിക്കണ്ട. ഈ തിങ്കളിലുള്ള ആക്രമിക്കുക ഒന്നെങ്കിൽ ഞങ്ങൾ ആക്കുന്ന വാജിബിൽ കുറത്തെ കാട്ടും, ഞങ്ങൾ വാജിബായിട്ട് ഞങ്ങളെ നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്കും ഞങ്ങൾ ആക്കാണ്ടിക്കണം. അത് അല്ലാണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങളെ ഹറാമാക്കി വന്ന വിഷയത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഇത് 2 രീതിയിലായിട്ട് എങ്ങനത്തെ അക്രമം അതിൽ ഉൾപ്പെട്ടത്. ഹറാമായ സ്വലാത്തുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നിഷേധിച്ച കാര്യത്തെ ആക്കിയുള്ളൂ. ഒരു വസ്തു അള്ളാഹു കൽപ്പിച്ചത് ആക്രമിച്ചിട്ട് ഒന്ന് ആക്കിലുണ്ടെ അത് അവൻ സ്വന്തം നഫ്സ് ആക്രമിച്ചോണ്ടില്ല. ബാക്കി തിങ്കൾ ആക്രമിക്കുക, ബാക്കി തിങ്കളും ആക്രമിക്കുക. പ്രത്യേകമായിട്ട് ഈ തിങ്കൾ, ഈ 4 തിങ്കളിൽ നിങ്ങൾ തപ്പുകൊള്ളത് മാത്ര ഏത് നിങ്ങൾ ഈ പരിശുദ്ധാക്കപ്പെട്ട നിങ്ങൾ തപ്പാക്കേണ്ട അതുക്കുള്ളത് അത്ര ശിക്ഷ ആറ് ചെയ്ത് പണ്ഡിതന്മാർ വഴിപാട്ട് വിശ്വാസം വിളിച്ചെത്തി. പിന്നെ വിശ്വാസം ചൊല്ലി വാജിബാക്കപ്പെട്ടതായ നിർബന്ധമായിട്ട് 5 വക്ത് നിസ്കാരത്തിൽ അതെനിക്ക് ഉത്തമം. അതിൽ പിന്നെ നമുക്ക് ശ്രേഷ്ഠത ഉത്തമമായിട്ടുള്ള നിസ്കാരമായിട്ട് സ്വലാത്തുൽ ലൈൽ ജാവുൽ നിസ്കരിക്കുക. നിങ്ങൾക്ക് വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ലൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദി അബൂ ദർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ലൈലി ഖൈറുൻ, നബി ഏത് ജാമാനായിട്ട് ഖൈറായത്, വഅയ്യുൽ അശ്ഹുരി അഫ്ദൽ ഏത് തിങ്കളായിട്ട് ഉത്തമം. ഫഖാല ഖൈറുൽ ലൈലി ജൗഫുഹു, ജാവുൽ പെട്ടത് ഉത്തമമായ സമയം അത് ഇരുട്ടായിട്ടുള്ളത് 3ാമത്തെ ജാവ്, അതായത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ടൈം, അതിലേക്ക് ഉത്തമം. ഇനി തിങ്കളുടെ വിശദാംശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്ദലു ശഹരി വഅഫ്ദലു അശ്ഹുരി ശഹറുല്ലാഹി അല്ലദി തദ്ഊനഹു അൽ മുഹറം, തിങ്കളിൽ ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു തിങ്കളായിട്ടുള്ള നിങ്ങൾ വിളിക്കുന്നത് മുഹറം ചെന്ന് വിളിക്കുന്നത് നിങ്ങൾ. അതായത് മുഹറം ചെന്ന് പേര് ಅದಕ್ಕೆ ಅದನ್ನೇ ನಂಗೆ ಪಿಡಿಯೋಳು ಅದಕ್ಕೆ ಎತ್ತರ ಅದಕ್ಕೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല ಹುರ್ಮತ್ ಬಿಚ್ಚರ ಅದಕ್ಕೆ ಎತ್ತರ ಮಾತು ಅಲ್ಲಾಹ್ ಬಿಚ್ಚರ ಜಂತು. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് പടിപാറ്റിയതായ ഈ മുഹറം തിങ്കൾ നമുക്ക് പ്രത്യേകമായി ഞങ്ങൾ ആക്കുമല്ലോ പ്രവൃത്തി അടിക്കുന്നത് നോമ്പ് യാറാക്കുമല്ലോ. അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് നോമ്പ് വാജിബായിട്ട് നോമ്പ് കല്യാണിപ്പിക്കുന്ന ഉത്തമമായ നോമ്പ് മുഹറം തിങ്കൾ പിടിക്കുക നോമ്പ് അടിക്കുന്നത്. അത് ഉറവാക്കാൻ ചർച്ച വന്നിട്ട് എന്തുണ്ടെങ്കിൽ ഇടീ തിങ്കൾ നോമ്പ് പിടിക്കുന്ന ഉത്തമമാണ്, അല്ലെങ്കിൽ യാർത്തനാല് ഈ തിങ്കളത്തെ യാർത്തനാല് നോമ്പ് പിടിക്കുന്ന ഉത്തമമാണ്. ഏതായാലും യാർത്ത് പിടിക്കുന്ന നോമ്പ് ഉത്തമം. ഈ തിങ്കളിൽ നിങ്ങൾക്ക് എത്ര സാധിക്കും അത്ര നോമ്പ് പിടിക്കുന്ന നോക്കും. അതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപറ്റ രീതി. രണ്ടാമത്തെ ഈ തിങ്കളുള്ള പ്രത്യേകത ഇരിക്കുന്നത് ഈ തിങ്കളിൽ ഒരു 4 പ്രത്യേകമായിട്ട് എല്ലാവരും നോമ്പ് പിടിക്കുന്ന 4 ആശൂറ 4 മുഹറം തിങ്കളുടെ 10ാമത്തെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുന്ന പടിപറ്റ. അതുകൊണ്ടിട്ട് ഈ മുഹറം തിങ്കൾ ಇನ್ನೊരു പ്രത്യേകത ഇതിന് വേണ്ടി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം തിങ്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് പടിപറ്റ തേടിക്കുക ഏത് നോമ്പ് പിടിക്കുന്ന ആ നോമ്പ് പിടിക്കുന്ന 4 ആശൂറ 4 സഹോദരന്മാരെ ഈ മുഹറം തിങ്കൾ എപ്പോഴത്തു സാധാരണ എന്നെപ്പോഴൊക്കെ 2 ഘട്ടം കിട്ടി. ഒന്ന് ഏത്, ഒന്ന് ആശൂറ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നബിയായിട്ടുള്ള മൂസ അലൈഹിസ്സലാമിനു അല്ലാഹു ഫിർഔനിനെ വചവാക്കി ಬಂದ 4 ആശൂറ 4 ആ 4 ആയിട്ട് നിങ്ങൾക്ക് ನೆನಪೋಣ. രണ്ടാമത്തെ ഘട്ട സാധാരണയായിട്ട് നമുക്ക് മുഹറം പേര് പറഞ്ഞു നമുക്ക് ನೆನಪുണ്ട് ഈ കറുപ്പ് ചട്ടം ഷിയാമാറതായ ഉള്ളത് 10ാമത്തെ മുഹറം കണ്ടുള്ളത് വേഷഭൂഷണം അതങ്ങനെ രീതി അങ്ങാക്കത്തെ അങ്ങനെ പ്രവർത്തിക്കും. 2 വിഷയം നിങ്ങൾ ശ്രദ്ധിക്കും. ഒന്നാമത്തത് ഈ മുഹറം തിങ്കളുള്ള പ്രത്യേക ചെന്നപോലെ ആശൂറ 4 ഈ ആശൂറ ചെന്നുള്ളത് നമുക്ക് ನೆನಪಾಗುತ್ತು. ಅದರ ಫضಲ್ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആശൂറ നോമ്പ് 3 ഘട്ടം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടുന്നപോലെ ഖുറൈശിമാർ അങ്ങനെ പണ്ട് ജാഹിലിയത്തിൽ നോമ്പ് പിടിച്ചിരുന്നു. ആശൂറ 4 നോമ്പ് പിടിച്ചിരുന്നു. രണ്ടാമത്തെ ഘട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നു മദീനത്തിൽ ഹിജ്റ വന്നപ്പോൾ അവിടെയുള്ള യഹൂദി ഗോത്രന്മാർ നോമ്പ് പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുക നിങ്ങൾ എന്ത് കേട്ടിട്ട് നോമ്പ് പിടിക്കുന്നു. അപ്പോൾ യഹൂദിമാരായിട്ടുള്ള അങ്ങച്ചക്കാർ ഇന്നത്തെ 4 അടിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിന്റെ അക്രമികമായിട്ടുള്ളതായ ആ രാജാവായിട്ടുള്ള ഫിർഔനു അല്ലാഹു സുബ്ഹാനഹു മോചനം തന്നു മൂസ അലൈഹിസ്സലാമിന്റെ ആൽമാർക്ക്. അതുകൊണ്ടിട്ട് മൂസ അലൈഹിസ്സലാം എന്താക്കി അല്ലാഹു ശുക്റായിട്ട് അല്ലാഹു സ്തുതികാരനായിട്ട് മൂസ അലൈഹിസ്സലാം നോമ്പ് പിടിച്ചിട്ട് അല്ലാഹു ശുക്ർ കാട്ടിട്ട്
അതൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും നോമ്പ് പിടിക്കുന്ന ചെന്ന് യഹൂദിമാരെ ചെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നഹ്നു ഔലാ ബി മൂസ, ഞങ്ങ മൂസ അലൈഹി സ്വലാം യാർ അർഹത്തുള്ളതാണെന്നല്ല, ഞങ്ങ മൂസ അലൈഹി സ്വലാം യാർ മുട്ടുള്ളതായിട്ടുള്ള നിങ്ങളുടെ ആന്റി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കും അവിടെ നോമ്പെടുക്കുള്ളത് നോമ്പെടുക്കും കൽപ്പിക്കും. നമുക്ക് ഹദീസിലെല്ലാം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് فإذا كان നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു യൗമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുക കൽപ്പിച്ചപ്പോൾ വമറ ബിസിയാമിഹി എന്ന ഹദീസിൽ കാണും. നബി സഹാബിമാർ നോമ്പെടുക്കുക കൽപ്പിച്ചപ്പോൾ സഹാബിമാർ കേട്ടാൽ നബിയെ ഇന്നത്തെ നാള് ഈ ആശുറ നാളിലുണ്ട് യഹൂദിമാരല്ലേ അದ್ರ ആ നാളത്തെ ഭയങ്കര അതീമാക്കുന്നത് ശ്രേഷ്ഠത കാട്ടുന്നത് എന്ത് ഞങ്ങൾ അന്നത്തെ നാൾ നോമ്പെടുക്കും കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചെല്ല് അന്നത്തെ നാള് ആശുറ നാളില് അന്നേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാം നജാത്ത് കിട്ടിയത്. റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബച്ചവാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾ അർഹതയിട്ടുള്ള കൊണ്ടേയിരിക്കും അന്നത്തെ നാൾ നോമ്പെടുക്കും. പിന്നെ ഒന്ന് വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുവെച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തത്വമായിട്ട് മുസ്ലിം ഇസ്ലാം ചെലുത്തുള്ളത് അത് എപ്പം ബാക്കി ഒരു യഹൂദിമാരുടെ ദീനിനിട്ട അല്ലെങ്കിൽ നസാറമാരുടെ ദീനിനിട്ട എതിരായിട്ട് എപ്പം മുഖാലഫത്ത് ಅದಕ್ಕೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅದಕ್ಕೆ ನಿಮಗೆ ಪಡಿಬಾರ್ದಂತೆ ರಸೂಲ್ ಜೊತೆ ಇದಾ ಕ್ಯಾನ ಅಲ್ ಮುಕ್ಬಿಲ್ ಸುನ್ನ ಅಲ್ ಯೌಮ್ ಅತ್-ತಾಸಿ ನೀ ಬಂದ ವರ್ಷ ಮಾತ್ರ ಕಿಟ್ಟಂಟಾಗಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಜೊತೆ ನಂಗ ಒಲಿಮಾ ಮತ್ನಾಲ ನೋಬಿಡ್ತಾ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಾತ್ರ ಅದರಲ್ಲಿ ಭಿನ್ನದ ವರ್ಷ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ವಫಾತ್ ಆಗಿದ್ದ ಆಕಾರಗೊಂಡು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ പിടിക്കുള്ളത് അവസരിച്ചിട്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നബിയുടെ പല ഹദീസിൽ നിന്ന് കാണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മാത്ത് ബണ്ടോസ്ന ലഇൻ ബഖീതു ഇലാ ഖാബിൽ റസൂമന്ന യൗമ അത്ത്-താസിഅ ഞാൻ ബണ്ടോസ് മാത്ത് ജീവിക്കണ്ടായെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അണ്ടത്തെ ഒലിമാവുന്ന ഞാൻ നോക്കിയിരിക്കുന്നത് എന്നുവെച്ചാൽ യഹൂദിമാർക്ക് അതേപോലെ ബാക്കി വേറെ ലോകങ്ങൾക്ക് അങ്ക് എതിരായിട്ട് അങ്ങനെ കർമ്മത്തിലുള്ളതായ എതിരായിട്ട് അതായത് അണ്ടത്തെ നാൾ മാത്രം ഞങ്ങൾ നോക്കിയിരിക്കില്ല ഞങ്ങൾ പിടിക്കണ്ടായെങ്കിൽ അതിൽ മുന്നോല അല്ലെങ്കിൽ അതിൽ പിന്നെ ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ആശുറ നാള് അന്റെ നോമ്പെടുക്കുന്നത് അത് രീതി വെച്ചാൽ 3 രീതിയിലുള്ള മാത്തമാർ നമുക്ക് പടിപാട്ടുണ്ട്. ഒന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചവർ അണ്ടത്തെ ആശുറ മാത്രം നോമ്പെടുക്കും. മാത്രമല്ല ಯಾರ പ്രോത്സാഹിക്കപ്പെട്ട ഒരു വിഷയം ചെന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പടിപാട്ടുന്നത് ഒന്നെങ്കിൽ ഒലിമ മത്ത് മുഹറവും 10ാമത്തെ മുഹറം രണ്ടും പിടിക്കും. അല്ലെങ്കിൽ ഒത്ത ഒലിമ മത്ത് പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു കാരണമുണ്ട്. അവന് 10ഉം പോണെന്ന് പിടിക്കട്ടെ ചെന്നിട്ട് ഉറമാക്കുമാർ. പിന്നെ ചിലവരമാക്കുമാർ ചെന്നാൽ 3-4 പിടിക്കുന്നത് ഉത്തമമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് എതിരും നോക്കി കൂട്ടി പിടിക്കുന്നത് അത് ഉത്തമമായിട്ട് ചെന്നാൽ ഒലിമ്പും 10ഉം പോണും അപ്പൊ ഇങ്ങനെ സാധിക്കണം പിടിക്കട്ടെ ഓരോരുത്തരും അവസ്ഥ പരിഗണിച്ചിട്ട് പിന്നെ വിഷയം ശക്തിക്കുള്ളത് ഈ ആശുറ ജന്തുള്ള നോമ്പ് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്തിക്കിട്ടിരിക്കുന്ന ഒരു കാലത്തിന് വാജിബിട്ട് മനസ്സിലാക്കിയ അത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഖുറൈശിമാർ പിടിച്ചെന്നാണ്. രണ്ടാമത്താമತ್ತು ಮುಸ್ಲಿಮಿಂಕು ರಮದಾನ್ ವಾಜಿಬರು ರಮದಾನ್ ತಿಂಗಳು ಆವರ ತಿಂಗಳು ಇಡೀ ನೋವು ನಿರ್ಬಂಧ ಮೊದಲು ಆಶುರ ತಿಂಗಳು ಆಶುರ 4 ನೋವು ವಾಜಿಬ ನಿರ್ಬಂಧ ಇತ್ತು. ರಮದಾನ್ ತಿಂಗಳು ನಿರ್ಬಂಧ ಆಯ್ತು ಈ ಆಶುರ ನೋವು ಎಂತ ಇತ್ತು ಅದು ಯಾರ ಪ್ರೋತ್ಸಾಹ ಬಿಟ್ಟಂತ ನೋವು ನಿರ್ಬಂಧ ಇಲ್ಲ. ಇವತ್ತು ಆಕೆ ಅವನು ನೋವು ಬಿಡ್ತೀನಿ ಶಿಕ್ಷೆ ಇಲ್ಲ ಮಾತ್ರ ಯಾರ ಪ್ರೋತ್ಸಾಹಕ್ಕೆ ಬಿಟ್ಟಂತ ನೋವು ಇತ್ತು ಆಶುರ. ಅಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅದಕ್ಕೆ ಅತ್ಯಂತ ಪ್ರಾಮುಖ್ಯತೆ ನಮ್ಗೆ ಕೊಡ್ತು. ಇದಕ್ಕೆ ಆಶುರ 4 ನೋವು ನಂಗೆ ಗಿಟ್ಟ ಆದಿನ ಗುಣಪಾಠ ಚುಂಬಿಡು ಸಹೋದರ ನೊಗರು ಈ ಆಶುರ ನೋವು ಅದು ಬಿಡಿக்கிற ഒന്ന് മൂസ അലൈഹിസ്സലാം അല്ലാഹു ശുക്ർ കാട്ടിയിട്ടുണ്ട്. അപ്പൊ ശുക്ർ ചെത്തുള്ളത് അത് വാക്ക് വായി പലത്തെ ചൊന്നത് മാത്രമല്ല അൽഹംദുലില്ലാഹ് റബ്ബു സ്തുതി അല്ലാഹുവിന്റെ ഇത്ര നിഅമത്ത് എന്ന ശക്തി പുകഴ്ത്തി കൊടുത്തിട്ട് മാത്രം ശുക്ർ മേയല്ല അത് ഫെയിൽ എന്നാൽ പൽക്ക കൊണ്ടിരിക്കും. ഇനി ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നത് ശുക്ർ ചെത്തുള്ളത് നല്ല പ്രവൃത്തി കൊണ്ട് നോക്കും. എങ്ങനെ ഞങ്ങൾ നോമ്പിടിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്രയിട്ട് മൂസ അലൈഹിസ്സലാം നോമ്പിടിക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് തോന്നും ഞങ്ങളുടെ പ്രവൃത്തി നിമിത്തം അല്ലാഹു ശുക്ർ കാട്ടുകയും അല്ലാഹു നമുക്ക് എന്തെങ്കിലും ഒരു ഖൈറ നിഅമത്ത് തന്നിട്ട് നമുക്ക് സദഖാക്കാം. അല്ലാഹു ശുക്രയിട്ട് റബ്ബു സുബ്ഹാനഹു വ തആല സ്തുതി കൊടുത്തിട്ട് ശുക്ർ സുജൂദ് നമുക്ക് ദലീലായിട്ട് ഞങ്ങಂತೂ ദീൻ ഇസ്ലാം നമുക്ക് ശുക്ർ സുജൂദ് നമുക്ക് എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ഒരു മുസീബത്ത് തടഞ്ഞിട്ടായെങ്കിൽ അല്ലാണ്ടായെങ്കിൽ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത നമുക്ക് തന്നിട്ടായെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ശുക്ർ ആക്കുവായിട്ട് അല്ലാഹു ശുക്ർ ആക്കുവായിട്ട് സുജൂദ് നമുക്കുണ്ട്. പ്രത്യേകമായി ദീൻ ഇസ്ലാം കൽപ്പിക്കപ്പെട്ട ഒരു വിഷയം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് ശുക്ർ ചെലുത്തുന്നത് വാക്കുകൊണ്ട് മാത്രം വായ്പ ചെലുത്തുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് നമുക്ക് സാധിക്കരുത്. ഇനി ഈ ആശുറ നോമ്പ് വിഷയത്തെ മനസ്സിലാക്കുന്നതായിരുന്നു അത് ഉലമാക്കന്മാർ ചർച്ചയാക്കുന്നത് അത് ചെന്നാറ് ഈ ആശുറ ചെലുത്തുള്ള നോമ്പ് അത് നോമ്പ് ജനരീതിയിൽ അങ്ങനെ എന്താക്കിയത് ടൈപ്സ് ആക്കിയ കാറ്റഗറി ആക്കിയ ഒന്ന് മുത്തലഖ് മുഖയ്യദ് ചെന്നിട്ട് നിർബാധികമായിട്ട്
ഞങ്ങൾക്ക് എപ്പോൾ റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് പിടിക്കുന്നത് നോമ്പ് എടുക്കുന്നത് തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പ് അയ്യാമുൽ ബീദ് ഒരു തിങ്കളിൽ 3 ഹിജ്രി കാലണ്ടർ പ്രകാരം പിടിക്കുന്നത് 13 അയ്യാമുൽ ബീദ് ಇದಕ್ಕೆ ನಂಗೆ ಕೆಪ್ಪೊಂದು ಬಿಡ್ಕ ಅದಕ್ಕೆ ಸುನ್ನತ್ತ ನೋವು ಕೂಟ್ರಾರು ಅದಕ್ಕೆ ನಂಗೆ ನೀಯತ್ತೆ ಏನಿಲ್ಲ ಅದೊರ್ತ ಮನಸ್ಸೈತಿ അല്ലെങ്കിൽ ಇನ್ನೊಂದು ಕೆಪ್ಪ ನಂಗೆ ನೋವು ನೀ ಮನಸ್ಸು ಬಂತು ಪೋಲ್ ಮಾತ್ರ ನಂಗೆ ಅಂದಾಗ ನಂಗೆ ಖಾಲಿ ಬೇರೆ ಇಂಚಿನಂತೆ ನಂಗೆ ಫಜಿಲ್ ಬಿನ್ನ ನಂಗೆ ಅದು ನೋವು ನೀಯತ್ತಾಗಿ ನಂಗೆ ನಾಲ್ ആണ്ടത്തെ നാൾ നമുക്ക് നോമ്പ് ഒരു രീതി നമുക്ക് എന്താ കല്ലിന് കൂട്ടാം ഇനി മുക്കയ്യൽ ജനത എന്ന ഉലമാക്കന്മാർ അതായത് അത് പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു ശരീഅത്തിൽ വിശ്വാസം പഠിപ്പാട്ടിയത് ഒരു നിശ്ചിതമായ ഒരു ഫിക്സ്ഡ് ഒരു നാളുണ്ട് ആ 4 പിടിക്കുന്ന നമ്മൾ നോമ്പ് മാത്രം റമദാൻ തിങ്കൾ നോമ്പ് ആശൂറ നോമ്പ് അറഫത്ത് നോമ്പ് ഈ നോമ്പെല്ലാം ചെന്നിട്ട് അതിലുള്ളത് 4 ഉണ്ട് ക്രമീകരിച്ച രീതിയിൽ ഒരു 4 ഉണ്ട് ആ 4 മാത്രം പിടിക്കുള്ളൂ വേറെ 4 പിടിക്കാവില്ല അപ്പൊ ഈ ആശൂറ 4 പിടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കുലമാക്കന്മാർ ಯಾರು ಚರ್ಚಾಗಿ ವಿಷಯ ಚಂದ್ರ ನಂಗೆ ಫರ್ದ್ ನಂಗೆ ಬಿಡ್ಕರಮ್ಮ ಅದಾയത് ഫജ്ർ 308 ನಂಗೆ ನಿಯತ್ತಾಕರಮ್ಮ ನೋವು ಅದೇ ರೀತಿ ಹಾಕೋಣ നീ ഓർത്ത മറന്നു പോയിട്ട് അവന് സുബൈക്ക് ബോൾമാൻ ആക്കേണ്ടെങ്കിൽ ഒരു അഭിപ്രായം ഉണ്ട് ശരിയാവും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് സ്വീകരിക്കും ಅಂದ್ರೆ ಯಾರನ್ನ ಗೌರವ ಶಬ್ದನ ನೆನಪಾಕನೇಟಿಗೆ ನಂಗೆ ಫಜ್ರ್ 308 അല്ലെങ്കിൽ അത് 3 ജാവയിട്ട് ನಂಗೆ ನಿಯತ್ತಾಕನ ನಂಗೆ ശ്രദ്ധിക്കണം ഒന്ന് രണ്ടാമത്തെ വിഷയം ആശൂറ നോമ്പ് കഥ ഇല്ല ചില ആൾമാർ വിയർച്ചു വിടും അതുകൊണ്ട് ആ ആശൂറ പ്രത്യേക 4 ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കാം കഥ ഈട്ട ചെയ്യും അതായത് പിന്നെ ഞങ്ങൾക്ക് അതൊരു കല്ലിന് കൂട്ട ചെയ്യുന്നത് അത് നോമ്പ് പിടിക്കാൻ മാത്ര ഉലമാക്കന്മാർ ഇത്തിഫാഖുണ്ട് എല്ലാവരും അംഗീകരിച്ച ഒരു വിഷയം ഏകാഭിപ്രായമായിട്ട് അത് കഥ ഇല്ല ആശൂറ നോമ്പ് കൊടുക്കുന്നില്ല കഥ ചിന്തുള്ള വിഷയം പിന്നെ ചെന്നിട്ട് ഇതിക്കുള്ള ആശൂറ 4 ഞങ്ങൾ നോമ്പ് പിടിച്ചെങ്കിലും വലിയ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ചില ഹദീസിൽ صيام يوم عرفة إني أحتسب على الله يكفر السنة التي قبله والسنة التي بعده عرفنا اللي بيشهد النبي صلى الله عليه وسلم أنا الله لتعادل كلا الله سبحانه وتعالى ನಾನು ನೋಂಬಿಚ್ಚಂಟಾಗಿ ഒരു വർഷം മുന്നോട്ടും ഒരു വർഷം പിന്നത്തും ആക്കി തപ്പുള്ള മാഫാക്കിയിട്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صيام يوم عاشوراء إني أحتسب على الله أن يكفر السنة التي قبله ആശൂറ 4 പിടിച്ച നോമ്പുകൾ പ്രത്യേക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കഴിഞ്ഞിപ്പോയ ഓരോ ചത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കിനെ തപ്പുറ മാഫാക്കാൻ അവൾ ഉലമാക്കന്മാർ ചർച്ച ചെയ്താൽ ആ അല്ലാഹു ഞങ്ങൾക്ക് മാഫാക്കി തന്ന തപ്പേ വലിയത ശരിയാണ് ഞങ്ങൾ ഇന്ന് വന്നത് ചർച്ച ചെയ്ത കൊല്ലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് പ്രകാരം നോമ്പ് പിടിക്കുന്ന രീതിയിലുള്ള പിടിച്ചുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ತಕ್ಕಂತ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല ಪ್ರತಿಫಲ കൊടുക്കുമ്പോൾ തോണാക്കി തപ്പെല്ലാം മാഫാക്കാൻ ചെറിയ തപ്പെല്ലാം ഈ വലിയ തപ്പ അത് ഓർക്കത് നമുക്ക് തൗബ ആക്കാൻ ഉണ്ടാക്കാവില്ല അത് മാഫാവില്ല പക്ഷെ ശിർക്ക് വന്ന തപ്പ് അള്ളാഹുക്ക് ശിർക്കാക്കുന്നത് അള്ളാഹു അല്ലാത്തവനെ വെച്ച് ദുആക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ബാധ്യത ഒരു പാരന്റ് കൊടുക്കുന്നത് ആ തപ്പ് കൊടുക്കത് മാഫില്ല ആക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ഇബാദത്ത് സ്വീകരിക്കുന്നതായ ഷർത്തുകൾ വെട്ടതുകൊണ്ട് എനിക്ക് ഇഖ്ലാസ് തൗഹീദ് വേണം അള്ളാഹുടെ ഏകത്വത്തെ അംഗീകരിക്കും റബ്ബ് കൊടുക്കുന്നതായ ആ ബാധ്യത റബ്ബ് മാത്രം കൊടുത്തിരുന്നു അപ്പൊ ഇതേപോലെ മനുഷ്യന്മാർ അതായത് ഹൽക്കിനെ മേൽ കൊടുക്കുന്നത് ചില ആക്രമിക്കും ഒരു മനുഷ്യ അതായത് മനുഷ്യന്മാരുടെ വേറെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ഹക്ക് ബാക്കിയുണ്ടായിരുന്നു അത് അങ്ങ് എപ്പോഴത്തോളം അത് തിരിച്ചു കൊടുക്കലമ്മ ആ ഹക്കിനെ വീട്ടിലമ്മ അത്രത്തോളം അങ്ങനെ തൗബ അല്ലാഹു സ്വീകരിക്കണം അങ്ങനത്തെ അള്ളാഹുട്ടിക്ക് അള്ളാഹു അടിമേറിട്ടുള്ളതായ ഒരു തപ്പും അള്ളാഹുട്ടിക്ക് തൗബ ശിർക്ക് ഉദാഹരണം ശിർക്ക് നിങ്ങൾ അള്ളാഹുട്ടിക്ക് തൗബ ആക്കിയിട്ട് നല്ല രീതിയിൽ മനസ്സിൽ മടങ്ങിയിട്ട് അള്ളാഹുട്ടിക്ക് തപ്പ് മാഫിയുണ്ട് റബ്ബ് മാഫാക്കാം അത് 3 ഷർത്തായിരിക്കും അത് ആ തപ്പ് തിരിച്ച് മടങ്ങോ തീരാം ആ തപ്പ് നിയന്ത്രണം നിൽക്കുകയെങ്കിൽ അള്ളാഹുട്ടിക്ക് മാഫ് തൗബ കേട്ടിട്ട് ആ തപ്പ് തിരിച്ച് മടങ്ങുന്ന ജനത്തുള്ള അടിയൊച്ചത് വിശ്വാസങ്ങൾ മനസ്സിൽ വേണം നീ മനുഷ്യന്മാർക്ക് അവന്റെ എന്തെല്ലാം നിർത്തണം അല്ല അവൻ എന്തെല്ലാം നടക്കാൻ വായിക്കണം അവന്റെ ദീപത്താക്കി അല്ലെങ്കിൽ അവന്റെ കിടബാക്കില്ല അത് എപ്പോഴത്തോളം അതിന് ആ തീർക്കില്ല ആ കട അപ്പോഴത്തോളം അതിക്ക് ആ തൗബത്തുള്ള മാഫില്ല അപ്പൊ ഈ വില ഇങ്ങനത്തെ തപ്പ് എന്താവില്ല ഞങ്ങൾ ആശീർവാദം കൊണ്ട് മാഫാവില്ല അതുക്കുള്ളത് എന്തുകൊണ്ട് പ്രവർത്തി അന്ന് ആക്കി തീർക്കണം അതായിരിക്കും ആശീർവാദം പോലെ പ്രത്യേക പരിപാടിയത് അപ്പൊ ഈ നോമ്പ് ഞങ്ങൾ ആക്കി പിടിച്ചത് ഞങ്ങൾ അള്ളാഹു മാഫാക്കുണ്ടായി ആ നോമ്പ് പിടിച്ച രീതിയിലാണ് അതായത് സാധാരണ വേറെ നോമ്പ് പിടിക്കുമ്പോൾ എന്താ നിയമമുണ്ട് അതേ നിയമമായിട്ട് ഈ ആശീർവാദ നോമ്പുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഒരു പൽക്ക ഞങ്ങളെ നോമ്പ് കൊണ്ടുവരും അവങ്കെന്തും അകറ്റില്ല ഞങ്ങൾ പൈച്ചിട്ടു അല്ലെങ്കിൽ താഴെയിട്ട് ദൈവത്തിൽ നിന്നിട്ട് അള്ളാഹു അകറ്റില്ല ആര് ಬೆಳಕ ಬಲ್ಕ ಬಿಡ್ಲಮ್ಮ ಬೆಳಕೈಟ್ಲು ಪ್ರವೃತ್ತಿ ಬಿಡ್ಲಮ್ಮ ಅವನ ನೋವು ಅಲ್ಲ ಹೊರತತ್ವ ಆಗಿರ್ತೀವಿ ಈ ನೋವು ಕೊಂಡು ಉದ್ದೇಶಿக்கிறಂತ ಹೇಳಿದ್ರೆ ಸೋಮ್ ನಂಗ ಹಾಕಿದ್ದ ಅಲ್ಲಾಹ್ ನಂಗಳ ನಿಂತು ಹುಟ್ಟು ನಿಕ್ಕೋ ವಿಷಯ ನಿಂತು ಹುಟ್ಟು ನಿಕ್ಕು
ഞങ്ങളെ നഫ്സും ഞങ്ങളെ സ്വന്തത്തെ ജയിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എന്താ ട്രെയിൻ ആക്കുക. അതെനിക്ക് ഈ ഒരു നോമ്പിന്റെ ഉദ്ദേശം. അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചത് നോമ്പിന്റെ ഉദ്ദേശം എന്തായിരിക്കും? തഖ്വ ഇട്ടിക്ക്. ആ തഖ്വ പാലിച്ചെങ്കിൽ മാത്രമേ ഇട്ടിക്ക് എന്തും നമുക്കുള്ളത് വിജയം ഈ ദുനിയാവും ആഖിറത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ആവാൻ വേണ്ടിയിട്ടുള്ളത് നോമ്പ്. അല്ലാണ്ട് വെറുതെ കൊടുത്ത പേർക്ക് നോമ്പ് പിടിച്ചിട്ട് പട്ടിണി നിൽക്കില്ല, ചോളം നിൽക്കുക, മാത്രം വെടക്ക് വളർക്കുന്നതിന് പൊട്ടി നിൽക്കില്ല, ಇನ್ನೊರು ಆಲ್ಮಾರ್ಗ ಅಕ್ರಮಿಕರನಿಂದ ಹುಟ್ಟಿನಿಕ್ಕಲಂಟೆ ಆ ನೋವು ಕೊಂಡ್ಬಿಟ್ಟು ಹೊರಗತ್ತಿ അല്ലെങ്കിൽ അതിലൊരു ഒരു ഉപകാരം ഇല്ല ചിന്തയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയിലും റസൂലുള്ളാഹി സുന്നത്തിന് പഠിക്കേണ്ട ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു ഈ നോമ്പ് ഈ വന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് എടുക്കാൻ തൗഫീഖ് തന്നു. الحمد لله وحده والصلاة والسلام على من لا نبي بعده. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമ നിർദ്ദേശനത്തെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സ്വന്തം വർക്കായിട്ട് എല്ലാവർക്കും ജന്നാമത്തെ ഇട്ട് നസീഹത്താക്കിണ്ടല്ലോ, വസിയത്താക്കിണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കഞ്ഞി കൊടുത്തും അല്ലാഹുവിന്റെ വിധി നിഷേധത്തും പാലിച്ച് ചെയ്യുന്നവർക്കും മുഅ്മിനീമാരെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ആക്കി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, വിഷയമാക്കി വന്നു വിഷയിപ്പിക്കൽ മുഹറം തിങ്കൾ വിഷയം, പിന്നെ ആശുറ പ്രാമുഖ്യമായിട്ട് അതിലുള്ള ഒരു നാലായിട്ട് ആശുറാണ്. അത് വിഷയമുണ്ട്. ഇനി ആശുറ നാല് 54 3 പ്രിയപ്പെട്ട ആൾമാരിക്കാണ് മനസ്സിലാക്കും. 54 ഒന്ന് 54 ಬರುವುದು ಆಲ ಬೇಜಾರು ದುಃಖവും വെറുപ്പും ഞാൻ പ്രകടാക്കാത്ത ആൾമാർ. 54 പ്രത്യേകമായിട്ട് ഒരു ബേജാറും ഒരു വെന്തി ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണം സംഭവിച്ചത് കർബല ജില്ലയിലെ ജാഗിൽ 61ാമത്തെ ഹിജ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുള്ളിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു അക്രമിക്കരീതി കൊല്ലപ്പെട്ടു. കൊന്നരാജെന്ന രീതിയിൽ അത് ബേജാർ ആക്കണമെന്നുള്ള അത് കേട്ടിക്കണം കാണുന്നത് ഷിയാമാർ റവാഫ് എന്ന് പറഞ്ഞു. അങ്ങ് ഒർക്കത്തും ദീനുൽ ഇസ്ലാമിയുടെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീൻ പഠിപ്പിച്ചു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷക്കണക്കിന് അതായത് 1 ലാഖ് ചില്ലാര നബിമാർ നമുക്ക് അല്ലാഹു ഇതിനോ കൽത്ത എത്ര എല്ലാ നബിമാർ മറിച്ചു വിടാൻ ഒരു നബി എല്ലാം മുഹമ്മദ് ഈസ അലൈഹിസ്സലാം നബി എല്ലാ നബിമാർ എത്ര നബിമാർ മറിച്ചു വിടാൻ ആഹാരം മരണ കൊണ്ടിട്ട് അല്ലെ ജനന കൊണ്ടിട്ടു നമുക്ക് ദീനിൽ എന്തില്ല ഒരു വേറെ നിയമമില്ല. ഇന്ന നബിയോ അല്ലെങ്കിൽ ഇന്നൊരു പ്രവാചകൻ നിങ്ങളുണ്ട് ജനനുണ്ട് അല്ലെങ്കിൽ പെത്ത് അല്ലെങ്കിൽ മറിച്ച് അതുകൊണ്ടിട്ട് ഇന്ന നാട്ടിൽ പ്രത്യേകത നമുക്ക് ദീൻ ഇസ്ലാം പരിപാടിത്തില്ല. അമ്പ്യാക്കന്മാർക്കില്ലാത്ത പ്രത്യേകത നമുക്ക് പിന്നെ എങ്ങനെ ഇട്ടിട്ട് സഹാബിമാർ നമുക്ക് കൊടുക്കാൻ സാധ്യത? അമ്പ്യാക്കന്മാരായിട്ട് മേലുള്ള സ്ഥാനം ഏത് മനുഷ്യന്മാർക്ക് കൂടെ ഇല്ല. പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് അത്ര നബിമാർ മറിച്ചിട്ട് നമുക്ക് ദുഃഖ പ്രകടമാക്കൂല്ലോ, നമുക്ക് ബേജാർ നമുക്കൊരു പ്രകടാക്കൂല അവസരങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്കൊരു സഹാബിന്റെ മേലെ ആയി മറിച്ചു കൊണ്ടിട്ട് ബേജാർ പ്രഖ്യാപനം നമുക്കുള്ളത് ഒരു അവകാശമുള്ളത്. ഷാബിമാരിമാർ അങ്ങനത്തെ കാട്ടത നിറവേറ്റിക്കുന്നത് ജനാമത്ത് കൂട്ട ആൾമാർ 54 കൊസിപ്പെട്ട ആൾമാർ ഒരു പെരുന്നാൾ ആക്കുന്നത് വേറെ ആളുകൾ ഫാമിലിയിൽ വിസിറ്റ് ആക്കുന്നത് നല്ല ഫുഡ് ആക്കുന്നത് എന്നാ ഒരു പ്രത്യേകമായിട്ട് നല്ല ഒരു ഈദ് പോലെ ആക്കി തീർക്കണം. ആയിട്ട് നവാസിമാർ അതായത് ഈ നബിസല്ലല്ലാഹു ഫാമിലിയിൽ ഹേറ്റ് ആക്കുന്ന ആൾമാർ ഇതേ ഞങ്ങൾ ഹുസൈൻ കൊന്ന ബന്ധുക്കൂർ ചതിച്ച ബന്ധു ആൾമാർ നവാസിമാർ അതും അഹ്ലു സുന്നൽപ്പെട്ട ആൾമാരാണ്. മുസ്ലിം ഇസ്ലാമിന് തെരുവല്ല ദുഃഖത്തു. മൂന്നാമത്തെ കൂട്ട വസതി ജെൻഡർ നടുവിലായിട്ട് ഞങ്ങൾ ഇസ്ലാം ദീൻ വഴിപാട്ട് രീതിയിൽ അഹ്ലു സുന്നത്ത് ആൾമാർ. 54 അത് ആശുറ 4 അത് നോമ്പ് പിടിക്കുന്നത് മൂസ അലൈഹിസ്സലാം ശുക്ര വഴിപാട്ട് സമയത്ത് അല്ലാണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു മറിച്ചു കൊണ്ടിട്ട് നമുക്കൊരു പ്രത്യേകത ആശുറ 14 അതിലിട്ട് 54 നമുക്ക് ഒരു ചരിത്രമായിട്ടുള്ള 4 ഞങ്ങൾ എളുപ്പാക്കിയിട്ട് ആ ഒരു ബേജാർ മനസ്സിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുല്ലിരട്ടിക്കൽ കൊണ്ടത് ആ ഒരു ബേജാർ നമുക്ക് റസൂൽ പുല്യാസംബന്ധം ഒരു ബേജാറുണ്ട്. അതിലിട്ട് 54 ബേജാർ പ്രഖ്യാപനമാക്കുന്നത് അതൊരു നമുക്ക് എക്സ്പോസ് ആക്കുന്നത് ആ വിഷയം ഒടുങ്ങില്ല. ഒരാൾ മറിച്ചെങ്കിൽ നിയാഹത്ത് ഇസ്ലാമിൽ തീരാം. അതായത് ജോർ ബുപ്പിട്ടു നെന്നി കടിക്കറോ അള്ളാഹു എന്തി കേട്ടി ഇങ്ങനെ നിർത്തോ കേൾക്കുന്നത് അത് ദീനിൽ പാടില്ലാത്ത പിന്നെ ഇങ്ങനെ ഇട്ടിക്ക് എത്രമാ വർഷം മറിച്ച് എല്ലാ വർഷവും സെലിബ്രേറ്റ് ആക്കുന്നത് ഓർക്കത്തു അത് അവകാശ ദീൻ ഇസ്ലാം തണ്ടോ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് നമുക്കുള്ള ഗുണപാഠ ഈ ആശുർ നാലിൽ അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമായിട്ട്
ചരിത്രം ഞങ്ങൾ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് ഒരു മൂന്നിൽ ഒരു ഭാഗ ചരിത്രം എടുക്കുക അമ്പ്യാക്കന്മാരെ ദുർലഭ ആ അമ്പ്യാക്കന്മാരെ ചരിത്രത്തിന് ഗുണപ്പാട് എടുക്കണം. അതായത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ ഫിറഔനിന്റെ ബച്ചവാക്കിയത് നോക്കൂ. അവിടെ ഒരു തെരുവില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ ആൾമാർക്ക് എന്ത് തെരുവില്ല. എതിർട്ടാണ് മുത്തു കടലടിക്കും, റെഡ് സീ ഇടിക്കും, വെറുത്തൊരു ഫിറഔന്റെ ഒരു അങ്ങനെ സോൾജേഴ്സ്മാർക്ക് ഫിറൗന്റെ ആൾമാരെ എടുക്കുന്നത് വന്നുകൊള്ളത്. അപ്പൊ അവിടെ ഇട്ടിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആൾമാർ മൂസ അലൈഹി ഇസ്ലാമിന്റെ പിൻപെട്ട ആൾമാർ ചെന്നത് ഇന്നല മുദ്റകൂൻ ഞങ്ങൾ ഭാര്യ പോയണ്ടേ കണക്ക് ഇന്ത്യ കിട്ടി പോകുന്നുണ്ട്. പെറത്തൂരുള്ളത് ഗ്രൗണ്ട് കൂത്തടിക്കുക, എതിരുള്ള കടലടിക്കും, നമുക്ക് വേറെ തെരുവില്ല പോകും. ഇന്ത്യ ഞങ്ങൾ പിടിക്കാറിയാണ്. അവിടെ മൂസ അലൈഹി ഇസ്ലാം ആ യഖീനൊട്ടിക്ക് ഒരു വിശ്വാസത്തൊട്ടിക്ക് തൗഹീദ് യഥാർത്ഥൊട്ടിക്ക് അവിടെ ചെന്ന ഫൽക്കേട്ടിക്ക് മൂസ അലൈഹി ഇസ്ലാം ഒർക്കത്തുമല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ നണ്ട മുട്ട റബ്ബുല്ല അല്ലാഹു സഹായം നമുക്കുണ്ട്. അള്ളാഹു ಖಂಡಿತವಾಗಿ നമുക്ക് സഹായകര അള്ളാഹു നമുക്ക് മാർഗ കാട്ടുന്നു. മനുഷ്യരെ ഒർക്കത്തു ചിന്തിക്കാത്ത തസവ്വുറാക്കാത്ത രീതിയിലേക്ക് കടൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാം ചെന്നു അനിദറി ബിഅസാക്കൽ ബഹ്റ മൂസ എന്താക്കി അവിടെ കടലിനെ ബെത്തത്തിൽ തടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്രയും ഒരു കടലിൽ ആ റെഡ് സീ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും കാട്ടിയത് അടിച്ചു അതൊരു ഗുഡ്ഡ ബല പർവ്വത ബല രീതിയിൽ നിന്നിട്ട് നമുക്ക് തെരുവാ ആ മൂസ അലൈഹി ഇസ്ലാം അന്യായമാക്കി തിരുവാക്കി കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലോട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പണ്ട് സന്തോഷമായിട്ട് സഹോദരന്മാർ നിങ്ങൾക്ക് കഷ്ട പ്രയാസമാണ് ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ പണ്ട് നിർബന്ധമായിട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിക്കും എന്റെ എതിർത്ത് ശബ്ദം എന്ത് നമുക്ക് തെരുവുകണ്ടില്ല പെറുത്തു നമുക്ക് കുടുങ്ങിയിട്ടില്ല എന്താക്കുക അള്ളാഹു ഒട്ടിക്കേട്ട് വിശ്വാസം വെക്കുന്നു, റബ്ബൊട്ടിക്ക് യഖീൻ വെക്കുന്നു, തവക്കുൽ വെക്കുന്നു. അള്ളാഹു നമുക്ക് മാർഗ കാണിച്ചു ഇതെനിക്ക് നമുക്ക് കിട്ടിയ ഗുണപാഠം. അള്ളാഹു തവക്കുൽ അങ്ങനെ വേണം. അള്ളാഹു നാം വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു നമുക്ക് ഒരു തെരുവ് കാണിച്ചു. ഇതിൽ കിട്ടിയ വലിയൊരു പാഠം സഹോദരന്മാർ ഈ ഒരു ചരിത്രത്തിന് അവരെട്ടിക്ക് ആ ഫിറൗണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കി കൊന്നത് ആ കടലിൽ നിന്ന്. അപ്പൊ അക്രമിമാർക്ക് നമുക്ക് ഇന്ന് കാണും ദുനിയാവിൽ വേറെ വേറെ രാജ്യത്തിൽ മുസ്ലിം ആക്രമിക്കപ്പെട്ടുള്ളത് ഗസത്തിലാവട്ടെ ലെബനനിലാവട്ടെ വേറെ വേറെ രാജ്യത്തിലാവട്ടെ മുസ്ലിം ആക്രമിക്കപ്പെട്ടുള്ളത് അങ്ങനെ വിചാരിക്കണം എപ്പോഴേക്കും അള്ളാഹു സഹായിക്കുന്നത് അള്ളാഹുടെ ഖണ്ഡിതമായിട്ട് സഹായിക്കും. നിശ്ചയമായിട്ടുള്ള എൻഡിങ് ആയിട്ടുള്ളത് റിസൾട്ട് അത് മുത്തഖിമാർക്ക് ഞങ്ങളക്കാരുമായിട്ട് നാളെ മേലുള്ള ബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹുടെ ദീന് മടങ്ങും. റബ്ബ് സുബ്ഹാനഹു വ തആല ചെന്ന രീതിയിൽ ജയിക്കും. അപ്പൊ അള്ളാഹുടെ ഖണ്ഡിതമായിട്ട് സഹായമുണ്ട്. ഇത് നിൽക്കാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു ആക്രമിക്കപ്പെട്ട് നടത്തിയ ആൾമാർ മൂസ അലൈഹി ഇസ്ലാം ആൾമാർക്ക് അള്ളാഹു കൊടുത്ത വിജയിക്കും. നമുക്ക് വേണ്ടി അത് കിട്ടും സാധ്യമുണ്ട്. ഞങ്ങൾ ആക്കുള്ളത് അള്ളാഹുടെ മേലെ അങ്ങനെ തവക്കുൽ റബ്ബോട് ആ ഒരു ദീൻ തീർത്തി മടങ്ങും. ഇസ്തിഖാമത്ത് നിൽക്കട്ടെ ಖಂಡಿತವಾയിട്ടും അള്ളാഹുടെ സഹായം നമുക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിത പൂർത്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപെട്ട രീതിയിൽ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന പ്രതി ഒരു നാളുകളും നല്ല രീതിയിൽ ഫായിദ എടുത്തിട്ട് ആഖിറത്ത് കമായി എടുക്കുക തൗഫീഖ് റബ്ബ് നമുക്ക് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മുത്തഖിയായിട്ടുള്ള അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരട്ടെ. നാളെ കൂട്ടത്തിൽ രോഗം കൊണ്ടിട്ട് കഷ്ടപ്പെടുന്നുള്ളത് ഒത്തിരി ഹോസ്പിറ്റലിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ക്ഷമ അനുഗ്രഹിക്കട്ടെ. അതേപോലെ കട കൊണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ കടത്തോ അയാളെ വേഗം തീർത്തിട്ട് വീട്ടോക്കുള്ള തൗഫീഖ് എല്ലാവർക്കും തൗഫീഖ് കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين والحمد لله رب العالمين.